ഗുഡ് മോർണിംഗ്. ഒരു ചൂട് ചായയൊക്കെ കുടിച്ചതിന് നമുക്ക് ഇന്നത്തെ രാവിലെ ആരംഭിച്ചാലോ? കല്യാണിക്കുട്ടി ദേ ഇവിടെ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. അവളെ ഉണർത്തിയതിന് ശേഷം ഞാൻ ദേ പുട്ടുണ്ടാക്കാൻ പോവാണ്. ഈ വീട്ടിലെന്നും പുട്ടാണല്ലോ ഈശ്വര എന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പുട്ട്, ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കല്യാണിക്കുട്ടിക്ക് ഇന്ന് ദോശയാണ്, അവൾക്കിന്ന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തു, കുളിപ്പിച്ച് റെഡിയാക്കി. അവൾ സെറ്റായിട്ടുണ്ട്, അവൾക്കുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വളരെ മിനിമലായിട്ട് അത്രേ ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. മിനിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞങ്ങൾ കഞ്ഞിയും പയറാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാര്യം ഇന്നിവിടെ ഞാനും കല്യാണിക്കുട്ടി മാത്രമേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ളൂ. പിന്നെ എന്തിനാണ് ആർഭാടത്തോടെയുള്ള ഭക്ഷണം? അതുകൊണ്ട് കഞ്ഞിയും പയറും ആക്കിയതാണ് കേട്ടോ. കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെയും അടുക്കളയിൽ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കുറച്ച് സമയം അടുക്കളയിൽ സ്പെൻഡ് ചെയ്താൽ ബാക്കി ടൈം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് മറ്റെന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. സോ വിശപ്പിന് എന്തെങ്കിലും കഴിക്കുക, ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ആയി പോവും. പിന്നെ എന്തെങ്കിലും ക്രേവിങ്സ് തോന്നുമ്പോൾ ഞങ്ങൾ പുറത്തു പോയി ഫുഡ് കഴിക്കും, അത് വേറെ കാര്യം. വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനായിട്ട് ഒരുപാടുള്ളപ്പോൾ കുറച്ച് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജോലി പെട്ടെന്ന് കഴിയും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് സമയം കിട്ടും. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നതാണ്, നീ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എടുക്കാനൊക്കെ എവിടെയാണ് സമയം കിട്ടുന്നതെന്ന്. സമയം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അത് നമ്മൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആവശ്യത്തിന് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കും. പിന്നെ മറ്റൊരാൾ ചെയ്യട്ടെ, എനിക്ക് ചെയ്യാൻ വയ്യ അങ്ങനെയൊക്കെ പറഞ്ഞ് മാറിയിരുന്നാൽ ഒന്നും നടക്കത്തില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം, ചെയ്യുന്ന കാര്യങ്ങൾ ഹാപ്പി ആയിട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റിസൾട്ടും നല്ലതായിരിക്കും. നമുക്ക് നമ്മളെ തന്നെ ഹാപ്പിയാക്കി വെക്കാൻ പറ്റുന്ന നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എത്ര തിരക്കിനിടയിലും നമ്മൾ സമയം കണ്ടെത്തും ഇല്ലേ? അപ്പോൾ ഒരുപാടൊന്നും എഫേർട്ട് എടുക്കാതെ വളരെ ചെറുതായിട്ട് ഒന്ന് ലൈറ്റായിട്ട് മാറി ചിന്തിച്ചാൽ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. അതൊക്കെ പോട്ടെ, ഈ നട്ടുച്ചയ്ക്ക് നട്ടപ്രവീലത്ത് ഞാനും കല്യാണിക്കുട്ടിയും കൂടി എന്തിനാണ് മുറ്റത്തിറങ്ങി നിൽക്കുന്നതെന്നോ? ഇതവിടെ ഒരു വണ്ടി കണ്ടില്ലേ? ആ വണ്ടിയിലാണ് പച്ചക്കറി വരുന്നത്. ആഴ്ചയിൽ 3 ദിവസം നമ്മുടെ മുറ്റത്തൂടെ വണ്ടി വരും കേട്ടോ. ഈ ഏരിയയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും ഈ വണ്ടിയിൽ നിന്നാണ് പച്ചക്കറി വാങ്ങാറ്. അമ്മയാണ് സാധാരണ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറി, മീൻ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് അമ്മ ഇല്ലാത്ത കാരണം ഞാൻ ഇറങ്ങിയെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് വീട്ടിലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് മുറത്തിലോട്ട് തട്ടി മാറ്റി വെക്കുകയാണ്. അതിലേറ്റവും പ്രിയപ്പെട്ട സാധനമാണ് ഈ കോവയ്ക്ക വീട്ടിലെല്ലാവർക്കും, പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാടൻ കോവയ്ക്കാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇതേ കല്യാണിക്കുട്ടി അവിടെ എന്തൊക്കെയോ കളിയും ബഹളവും ഒക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അവൾ പെട്ടെന്ന് തന്നെ വീട്ടിനകത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകണേ. ടാറ്റാ ബൈ ബൈ, സീ യു.